hello, I am Jisha Srejit and you are watching Excel Max where learning mathematics is made easy. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസിന്റെ മെയിൻ ആയിട്ട് രണ്ട് പ്രിൻസിപ്പിൾ പഠിച്ചു അല്ലെ? അതിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ വെച്ച് കുറെ എക്സസൈസ് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ ചെയ്തു. അതിന്റെ അവസാനം പ്രാക്ടീസിന് വേണ്ടി രണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു കുഡ് ഓൾ സോൾവ് ഇറ്റ്. ആർക്കെങ്കിലും അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് ഫ്രീ ടു കോൺടാക്ട് മീ ത്രൂ കമന്റ്സ് ഓർ ബൈ ഇമെയിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. So now let's start with the first question given in the page number 15. In each pair of triangles below, find the pairs of matching angles and write them down. ഞാൻ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ പടം വരച്ചിട്ടുണ്ട്. നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിലെ രണ്ടാമത് പഠിച്ച പ്രിൻസിപ്പിൾ എന്താ? രണ്ട് സൈഡ്സും അത് ചേർന്ന് വരുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളിനോട് ഈക്വൽ ആവുകയാണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആയിരിക്കും, ബാക്കിയുള്ള ആംഗിൾസ് മാച്ചിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? എങ്ങനെ പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞ? ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ and the angle made by them are equal to the two sides of another triangle and the angle made by them, then the third sides will also be equal and the other angles will also be equal. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്നും തന്നെ പെട്ടെന്ന് ഭയങ്കര പാടായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമില്ല. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എ സി ഈക്വൽ ടു പി ക്യു ആണ്, ഒരു സൈഡ് ഈക്വൽ ആയി. അതുപോലെ തന്നെ എ ബി എന്നുള്ള സൈഡ് 3 സെന്റിമീറ്റർ ആണ്, അത് ക്യു ആറിന് ഇക്വലന്റ് ആയിട്ടുള്ള സൈഡാണ്. ഇനി ഈ രണ്ട് സൈഡും ചേർന്ന് വരുന്ന ആംഗിൾ എത്ര ഇവിടെ? അതായത് ആംഗിൾ സി എ ബി. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ? 40 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെ പി ക്യൂവും ക്യു ആർ പറയുന്ന സൈഡ് ചേർന്ന് വരുന്ന ആംഗിൾ 40 ഡിഗ്രി ആണ്. ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇത് ഡയറക്റ്റ് ആണ് എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ രണ്ട് സൈഡും ഈക്വൽ ആയി, തേർഡ് സൈഡും ഈക്വൽ ആയി എന്നാണ്. നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ വെച്ച് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സും അത് ചേർന്ന് വരുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സും ആ രണ്ട് സൈഡ്സും ചേർന്ന് വരുന്ന ആംഗിളുമായിട്ട് ഈക്വൽ ആണെങ്കിൽ അതിന്റെ തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കും എന്നാണ്. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഗിവൺ എന്തൊക്കെയാ? എ ബി ഈക്വൽ ടു 3 സെന്റിമീറ്റർ. പിന്നെ ഇവിടെ ക്യു ആർ ഈക്വൽ ടു 3 സെന്റിമീറ്റർ. എന്തെല്ലാം? therefore AB is equal to QR അല്ലെ? രണ്ടും ഒരു സെയിം മെഷർ ആണ് സൈഡിന്. അടുത്തത് ഏതാ? AC is equal to 7 സെന്റിമീറ്റർ. അതുപോലെ PQ is equal to 7 സെന്റിമീറ്റർ. therefore AC is equal to PQ. ഓക്കെ, ഇനി തന്നിട്ടുള്ള കാര്യം എന്താ? ആംഗിൾ A is equal to 40 ഡിഗ്രി. അതുപോലെ ഇവിടെ angle Q is equal to 40 degree. Therefore, angle A is equal to angle Q. കണ്ടോ? അപ്പൊ നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ അനുസരിച്ച് വന്നില്ലേ? നോക്കിയാൽ രണ്ട് സൈഡ് ഈക്വൽ ആയി, അത് ചേർന്ന് വരുന്ന ആംഗിളും ഈക്വൽ ആയി. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പിൾ എന്താ? അത് ഈ ട്രയാങ്കിളിന് ഇതായിട്ട് നമ്മൾ എഴുതിയ എങ്ങനെ വരും? ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ those two sides are equal to the triangle, are equal to the two sides and angle made by those two sides of triangle PQR. An angle made by those two sides of triangle PQR. കിട്ടിയാണ്ടോ? Two sides of triangle ABC and the angle made by those two sides are equal to the two sides and angle made by those two sides of triangle PQR. അപ്പോ ഈ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് എന്താ പറയാവുന്ന? ഇനി BC is equal to PR. Therefore, side BC is also equal to PR. പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞു.
അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒരു പ്രിൻസിപ്പിൾ അതല്ലായിരുന്നു നമ്മൾ പഠിച്ചത്. ഈ 3 sides of a triangle are equal to the 3 sides of another triangle, then the angles opposite to the equal sides are also equal. അല്ലെ? അപ്പൊ നമുക്ക് ഇനി ആ മാച്ചിങ് ആംഗിൾസ് ഏതൊക്കെയാന്ന് എടുത്ത് എഴുതാലോ. അതല്ലേ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ശരിക്കും. നമ്മൾ ഇനി അത് എഴുതാൻ പോവാണ്. ഇത്രയും കാര്യങ്ങൾ തന്നതായിരുന്നു, അത് എഴുതി. അത് വെച്ച് നമുക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് അറിയാം. അത് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് തേർഡ് സൈഡ് കിട്ടി. ഇനി നമ്മൾ മാച്ചിങ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ പോവാം. എങ്ങനെയാ? ആംഗിൾ ബിയുടെ ആദ്യം എടുക്കാം. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു, ആംഗിൾ ബി എന്ന് പറയുന്നത് ഏത് സൈഡിന് ഓപ്പോസിറ്റ് ആയിരിക്കണേ? എ സി 7 സെന്റിമീറ്റർ. അത് പി ക്യൂല് വരുമ്പോ ഏതാ? അല്ല, പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ വരുമ്പോ ഏതാ? പി ക്യു എന്ന് പറഞ്ഞ സൈഡ്. പി ക്യു എന്ന് പറഞ്ഞ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആർ. അപ്പൊ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. എന്താ റീസൺ എഴുതുന്നേ? ദി ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ്. കണ്ടോ? ഇനി അടുത്ത ആംഗിൾ ഏതാ വേണ്ടേ? ആംഗിൾ സി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ഏതാ? ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എ ബി. എ ബി എത്രയാണ് ഇവിടെ? 3 സെന്റിമീറ്റർ. ഇവിടെ വരുമ്പോ അത് ക്യു ആർ ആണ് 3 സെന്റിമീറ്റർ. അപ്പൊ ക്യു ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ പി. അപ്പൊ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. റീസൺ സെയിം റീസൺ, ദി ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ്. നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണ് കണ്ടുപിടിച്ചു അല്ലെ? ഇനി ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താ? നമുക്ക് മാച്ചിങ് ആംഗിൾസ് എഴുതാൻ. അപ്പൊ നമ്മൾ അത് എടുത്ത് എഴുതിയോ മാച്ചിങ് ആംഗിൾസ് ഏതൊക്കെയാണ്? ഇല്ല. അപ്പൊ അതെങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. അതാണ് ഇതിന്റെ ഫൈനൽ സ്റ്റെപ്പ്. Therefore, the matching angles are ഏതൊക്കെയാ? ഒരെണ്ണം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അല്ലെ? ആംഗിൾ എയും ആംഗിൾ ക്യൂവും. ആംഗിൾ എ ആൻഡ് ആംഗിൾ ക്യൂ. ഇനി രണ്ടാമത്തെ നമ്മൾ കണ്ടുപിടിച്ചു ആംഗിൾ ബി ആംഗിൾ ആർ. ആംഗിൾ ബി ആൻഡ് ആംഗിൾ ആർ. മൂന്നാമത്തെ ആംഗിൾ സി ആംഗിൾ പി. ആംഗിൾ സി ആൻഡ് ആംഗിൾ പി. Therefore, the matching angles are these 3. അടുത്തത് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്ത് പോകാം. മാത്സിലാണെങ്കിൽ സ്റ്റെപ്പിന് എല്ലാം മാർക്കുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു സ്റ്റെപ്പും അവോയ്ഡ് ചെയ്യാതെ തന്നെ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം എഴുതുന്നത് തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഗിവൺ എന്തൊക്കെയാ തന്നിട്ടുള്ള? LM is equal to 6 സെന്റിമീറ്റർ. ഇവിടെ 6 സെന്റിമീറ്റർ YZ ആണ്. YZ is equal to 6 സെന്റിമീറ്റർ. Therefore, LM is equal to YZ. അടുത്തത് ഏ സൈഡാ? LN. LN is equal to 4 സെന്റിമീറ്റർ. ഇവിടെ XZ. XZ is equal to 4 സെന്റിമീറ്റർ. Therefore, LN is equal to XZ. ഇനി ഏത് ആംഗിൾ ഈക്വൽ? ആംഗിൾ L is equal to ആംഗിൾ Z അല്ലെ? ആംഗിൾ L is equal to എത്രയാ? അത് എഴുതാം 50 ഡിഗ്രി. 50 ഡിഗ്രി. ആംഗിൾ Z is equal to 50 ഡിഗ്രി. Therefore, ആംഗിൾ L is equal to ആംഗിൾ Z. കണ്ടോ? രണ്ട് സൈഡ്സും ഒരു ആംഗിളും ഈക്വൽ ആണ്. നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് ഇനി എഴുതാലോ. ഈ 3 ഇതിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? 2 sides and the angle made by those 2 sides of triangle LMN. Triangle LMN are equal to 2 sides and the angle made by those 2 sides of triangle XYZ. ഇതിന്റെ രണ്ട് സൈഡും അത് ചേർന്ന് വരുന്ന ആംഗിളും ട്രയാങ്കിൾ XYZന്റെ രണ്ട് സൈഡും അത് ചേർന്ന് വരുന്ന ആംഗിളുമായി ഈക്വൽ ആയി. അപ്പൊ എന്താണ്? പ്രിൻസിപ്പിൾ അനുസരിച്ച് അതിന്റെ തേർഡ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താ എഴുതാൻ പറ്റുക? Therefore, MN is equal to XY. തേർഡ് സൈഡ് ഏതൊക്കെയാ? MN ഉം XY അതും ഈക്വൽ ആണെന്ന് കണ്ടു. ഇനി നമുക്ക് ഇത് ഈ 3 സൈഡ്സും ഈക്വൽ ആയാൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും അല്ലെങ്കിൽ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയാലോ? പറയാൻ പറ്റും. അപ്പൊ നമുക്കിനി അത് എഴുതാം. ഏതൊക്കെയാണ് ഈക്വൽ ആംഗിൾസ് എന്നുള്ളത്? ഏതാ? ആദ്യം എമ്മിന്റെ കേസ് എടുക്കാം. ആംഗിൾ M is equal to ആംഗിൾ M എന്ന് പറയുന്നത് LN എന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ്. LN എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ? 4 സെന്റിമീറ്റർ. ഇവിടെ 4 സെന്റിമീറ്റർ വരുന്നത് XZ ആണ്. XZ ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ?
ആംഗിൾ y. അപ്പോൾ ആംഗിൾ M ഈസ് ഈക്വൽ ടു ആംഗിൾ y. അതിന്റെ റീസൺ എന്ത് ചെയ്തു? ദി ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ്. കണ്ടോ? ഇനി അതുപോലെ തന്നെ M കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ നമുക്ക് N കാണാം. ആംഗിൾ N ഈസ് ഈക്വൽ ടു ആംഗിൾ N എന്ന് പറയുന്നത് LM എന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ്. LM എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ. ഇവിടെ 6 സെന്റിമീറ്റർ ഉള്ളത് YZ എന്ന സൈഡിനാണ്. ആ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ X. അപ്പോൾ ആംഗിൾ N ഈസ് ഈക്വൽ ടു ആംഗിൾ X. റീസൺ ഈ സെയിം റീസൺ തന്നെ, ദി ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ്. അപ്പൊ നമുക്ക് 3 സൈഡ്സും കിട്ടി, 3 ആംഗിൾസും കിട്ടി. ഇത് ഇത്രയും മതിയോ? ഇനി നമുക്ക് ലാസ്റ്റ് മാച്ചിങ് പെയർ ആംഗിൾസ് ഏതൊക്കെയാണ് എടുത്തെഴുതേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് ഫൈനൽ ആയിട്ട് എടുത്തെഴുതാം. അപ്പൊ therefore the matching angles are തന്നിരിക്കുന്ന ഒരെണ്ണം ഉണ്ട്, L is equal to Z അല്ലെ? ആംഗിൾ L is equal to ആംഗിൾ Z. അത് ഒരു പെയർ. അപ്പോ വൺ പെയർ ഏതാ? ആംഗിൾ L ആൻഡ് ആംഗിൾ Z. ഇനി സെക്കൻഡ് പെയർ ഏതാ? ആംഗിൾ M ഉം ആംഗിൾ Y ഉം. ആംഗിൾ M ആൻഡ് ആംഗിൾ Y. തേർഡ് പെയർ ഏതാ? ആംഗിൾ N ആംഗിൾ X. ആംഗിൾ N ആംഗിൾ X. So the matching angles are angle L and angle Z, angle M and angle Y, angle N and angle X. Now move to the next question. In the figure below, AC and BE are parallel lines. Are the lengths of BC and DE equal? Y. Are BC and DE parallel? Y. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? Given AB 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ? AB ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അതുപോലെ BD ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. Therefore AB ഈസ് ഈക്വൽ ടു BD. അതുപോലെ AC ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. BE ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. Therefore AC ഈസ് ഈക്വൽ ടു BE. ഇത് തന്നിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം തന്നിട്ടുണ്ട്. എന്താ? AC BE പാരലൽ ആണ് അല്ലെ? AC and BE are parallel lines. ഓക്കെ. ഇനി ഇത് നോക്കിയേ, രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഒരു ആംഗിളും ഇതിന്റെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഈ രണ്ട് സൈഡും ചേർന്ന് വരുന്ന ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഈക്വൽ ട്രയാംഗിൾസിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് മാച്ച് ആവും അല്ലെ? അപ്പോൾ നമുക്ക് നോക്കാം. ഈ ആംഗിൾ എ, അതായത് ആംഗിൾ സി എ ബി, ഈ ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇ ബി ഡി. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പറയാം. എങ്ങനെ? അത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഒരേ സ്ഥലത്ത് വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ മാച്ചിങ് കോർണേഴ്സിൽ വരുന്ന ആംഗിൾസ്, മാച്ചിങ് കോർണേഴ്സിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ആംഗിൾസ് അല്ലേ ഇത് രണ്ടും? അതെ, ആംഗിൾ സി എ ബിയും ആംഗിൾ ഇ ബി ഡിയും. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ ബി ഡി. റീസൺ എന്ത് ചെയ്തു? കറസ്പോണ്ടിങ് ആംഗിൾസ്. കണ്ടോ? ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് കിട്ടി. ഇപ്പോ എന്തൊക്കെ നമുക്ക് ഈ രണ്ട് ട്രയാംഗിളിൽ നിന്ന് കിട്ടിയ രണ്ട് സൈഡ് ഈക്വൽ ആണെന്നും അത് ചേർന്ന് വരുന്ന ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ ആയിട്ട് മാച്ച് ആയല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിന്ന്? ഈ തേർഡ് സൈഡ് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം അല്ലെ? അപ്പൊ നമ്മുടെ പ്രിൻസിപ്പിൾ വെച്ച് എങ്ങനെ എഴുതുന്നത്? ടു സൈഡ്സ് ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദോസ് ടു സൈഡ്സ് of triangle, either triangle ABC are equal to two sides and angle
made by those two sides of triangle BDE. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും രണ്ട് സൈഡ്സും അത് ചേർന്ന് വരുന്ന ആംഗിളും ഈക്വൽ ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്ത് എഴുതാം? അപ്പൊ നമുക്ക് therefore side BC is equal to DE. Therefore BC is equal to DE. നമുക്ക് എന്താ ഇവിടെ കിട്ടിയേ? BC equal to DE. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി അല്ലെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലെങ്ത് BCയുടെയും DEയുടെയും ലെങ്ത് സെയിം ആണെന്നുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഇപ്പൊ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആയിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ BDയും ഈക്വൽ ട്രയാങ്കിൾസ് ആയി. ഈക്വൽ ട്രയാങ്കിൾസ് ആയാൽ എന്താ? അതിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? BCയും DEയും പാരലൽ ആണോ എന്ന്. അങ്ങനെ പാരലൽ ആവണമെങ്കിൽ ആദ്യം നമുക്ക് എന്താ വേണം? ഇതിന്റെ ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് നോക്കണം. അത് നോക്കാം നമുക്ക്. അതിന്റെ ആംഗിൾസ് ആംഗിൾ ABC, ആംഗിൾ ABC, ABC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എന്തിന് ഈക്വലന്റ്? ഏത് സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാ? AC എന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ B. AC എത്രയാ? 6 സെന്റിമീറ്റർ. ഇവിടെ 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് BE ആണ്. BEക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ BDE. അപ്പോ ആംഗിൾ ABC is equal to ആംഗിൾ BDE. എന്താ? The angles opposite to the equal sides. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഈ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഒരു രണ്ട് ലൈൻസ് പോയി കഴിഞ്ഞാൽ അതിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ക്രോസ് ചെയ്ത് പോയാൽ ആ ട്രാൻസ്വേഴ്സൽ ലൈനിൽ മാച്ചിങ് പെയർസ് ആയിട്ട് വരുന്ന ആംഗിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ മാച്ചിങ് കോർണേഴ്സിൽ വരുന്ന രണ്ട് ആംഗിൾസ് അല്ലേ ഇത് രണ്ടും? അതെ, ആ രണ്ട് ആംഗിൾസ് ആണ് ആംഗിൾ ABCയും ആംഗിൾ BDEയും. ഇനി കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുന്നത് എപ്പോഴാ? ആ രണ്ട് ലൈൻസ് പാരലൽ ആവുമ്പോൾ മാത്രമാണ് ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുള്ളൂ. അപ്പോ ആ കേസും ഇവിടെ ശരിയല്ലേ? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ? അപ്പോ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണമെങ്കിൽ എന്താ കാരണം? അത് BCയും Dയും പാരലൽ ആണ്. അപ്പൊ നമുക്ക് അത് എഴുതാലോ. Therefore BC is parallel to DE. അതിന്റെ റീസൺ എന്ത് ചെയ്തു? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയല്ലോ. യെസ്, BC and DE are parallel. So we are winding up today's class. ഈ എക്സസൈസിലെ ബാക്കി പ്രോബ്ലംസുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. Till then, bye and have a good day.